എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കോണുകളെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? അപ്പൊ കോണുകൾ എന്താണെന്ന് നമുക്കറിയാം. പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് കോണിന്റെ അളവ് എങ്ങനെയാണ് മെഷർ ചെയ്യാമെന്ന് നാം പഠിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഒരു ആംഗിൾ വരയ്ക്കണമെങ്കിൽ, ഇപ്പൊ തന്നിട്ടുള്ള അളവ് വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു ആംഗിൾ വരയ്ക്കണമെങ്കിൽ അത് പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു കോൺ വരയ്ക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പൊ നമുക്കറിയാം, ഇതാണ് നമ്മുടെ പ്രൊട്രാക്ടർ അല്ലേ? അപ്പോൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇത് നോക്കിയാൽ 0 മുതൽ ഇങ്ങനെ കൂടി 0, 10, 20 അങ്ങനെ പോയി ഇവിടെ മുകളിലെത്തുമ്പോൾ 90, പിന്നെ ഇങ്ങോട്ട് പോന്ന് അവസാനം 180 അല്ലേ? അപ്പൊ 0 മുതൽ 180 വരെയാണ് ഇതിന്റെ കോണിന്റെ അളവ്. ഇനി ഈ പ്രൊട്രാക്ടർ ഒന്ന് നോക്കിയേ, ഇതിന് എന്തിന്റെ ഷേപ്പാണുള്ളതെന്ന് നോക്കിയേ. അതായത് ഈ പ്രൊട്രാക്ടർ നോക്കിയാൽ ഈ ഷേപ്പാണുള്ളത് അല്ലേ? അതായത് ഒരു അർദ്ധവൃത്തത്തിന്റെ ഷേപ്പാണുള്ളത്, ഒരു ഹാഫ് സർക്കിളിന്റെ ഷേപ്പാണ് ഇതിനുള്ളത്. അപ്പൊ നമുക്കറിയാം, ഇത് 0 നമ്മുടെ ഇത് പ്രൊട്രാക്ടർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് 0 മുതൽ തുടങ്ങി അല്ലെ 180 വരെ അവസാനിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ അളവ് എത്രയാണ്? 180 അല്ലെ? ഇത് മൊത്തം എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി അല്ലെ? അതായത് ഈ അർദ്ധവൃത്തത്തിന്റെ അല്ലെങ്കിൽ ഹാഫ് സർക്കിളിന്റെ മൊത്തം ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി അല്ലെ? അപ്പൊ അത് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഈ പ്രൊട്രാക്ടർ തന്നെ ഒന്ന് അടിയിലേക്ക് തിരിച്ചു വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് ഇപ്പൊ ഞാൻ നോക്കി നമ്മളെ ഈ പ്രൊട്രാക്ടർ ഇതിപ്പോ ഞാൻ ഇങ്ങനെയാണ് വെച്ചത് അല്ലേ? ഇനി ഇതേ രൂപത്തിൽ തന്നെ ഇതിനോട് ചേർന്നിട്ട് ഞാൻ ഇങ്ങനെ വെക്കുകയാണെങ്കിലോ? അപ്പൊ നമുക്ക് ഒരു പ്രൊട്രാക്ടറും കൂടി എന്ത് ചെയ്യാം, ഈ ഒന്ന് തിരിച്ചിങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. മനസ്സിലായല്ലോ? ഇതിപ്പോ ഇങ്ങനെ നേരെയാണ് ഇരിക്കുന്നത്. ഈ ഒരു പ്രൊട്രാക്ടർ ഇതിനോട് ചേർന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ചൊന്ന് വെച്ച് നോക്കാം. ഇപ്പൊ നോക്കിയേ, ഇത് മറ്റൊരു പ്രൊട്രാക്ടർ കണ്ടില്ലേ? അത് ഞാൻ ഇങ്ങനെ ഇതിനോട് ചേർത്തിട്ട് ഇങ്ങനെ തിരിച്ചു വെച്ചു. ഇപ്പൊ നമുക്ക് ഈ രണ്ട് പ്രൊട്രാക്ടറും കൂടിയിട്ട് എന്തിന്റെ ആകൃതിയാണ് കിട്ടിയത്? ഒരു സർക്കിളിന്റെ അല്ലെ, ഒരു വൃത്തത്തിന്റെ ആകൃതി കിട്ടി ആണല്ലോ. അപ്പൊ ഇവിടെ 0 മുതൽ ഇങ്ങനെ പോയി 180 വരെ. ഇനി ഈ പ്രൊട്രാക്ടർ എന്തായിരിക്കും? 0 മുതൽ അല്ലെ, ഇതും 0 മുതൽ തുടങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടം വരെ 180 ഡിഗ്രി വരെ ആണല്ലോ. ആണ്. അപ്പൊ മൊത്തം എത്രയായിരിക്കും ആംഗിള്? ഇവിടുന്ന് ഈ ആദ്യത്തെ പ്രൊട്രാക്ടറിന്റെ ആംഗിൾ 180 ഡിഗ്രി, അടുത്ത പ്രൊട്രാക്ടറിന്റെ ആംഗിൾ എത്രയാണ്? 0 മുതൽ 180 ഡിഗ്രി അല്ലെ? അപ്പൊ നമുക്ക് ഈ രണ്ടും കൂടിയിട്ട് ഒരു സർക്കിൾ ആണ് കിട്ടിയത്. അപ്പൊ ഈ സർക്കിളിന്റെ മൊത്തം ഡിഗ്രി എത്രയായിരിക്കും? പകുതി അല്ലെ? സർക്കിളിന്റെ പകുതിയാണ് നമ്മൾ ആദ്യം എടുത്തത്, അതിന്റെ ആംഗിൾ 180 ഡിഗ്രി. അപ്പൊ ആദ്യത്തെ ആംഗിൾ 180 ഡിഗ്രി. ഇനി അടിയിൽ ഇങ്ങനെ വെച്ചപ്പോൾ ഇതിന്റെ ആംഗിളും 180 ഡിഗ്രി അല്ലെ? അപ്പൊ രണ്ടിന്റെയും 180 ഡിഗ്രി. അപ്പൊ നമുക്ക് ഈ 0 മുതൽ ഇങ്ങനെ പോയി 90 ആയി, പിന്നെ 180 ആയി, വീണ്ടും ഇങ്ങനെ കൂടി വന്ന് അവസാനം ഇവിടെ എത്തുമ്പോൾ എത്രയായിരിക്കും മൊത്തം നമുക്ക് കിട്ടുക? 180യും 180 അല്ലെ? രണ്ടും 180. 180 പ്ലസ് 180 എത്ര കിട്ടും നമുക്ക്? 360 ഡിഗ്രി. അതായത് ഒരു സർക്കിളിന്റെ, ഇതിപ്പോ ഒരു സർക്കിളിന്റെ ആകൃതിയായി അല്ലെ? ഒരു സർക്കിളിന്റെ, അതായത് ഒരു വൃത്തത്തിന്റെ മൊത്തം ആംഗിൾ എത്രയായിരിക്കും? 360 ഡിഗ്രി. വളരെ പ്രധാനപ്പെട്ടതാണ്, എപ്പോഴും ഓർമ്മയിൽ വെക്കുന്നത്. ഒരു സർക്കിളിന്റെ മൊത്തം ഡിഗ്രി എത്രയാണ്? 360 ഡിഗ്രി. ഇനി അത് അർദ്ധവൃത്താണെങ്കിലോ, അതായത് സെമി സർക്കിൾ ആണെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് ഹാഫ് സർക്കിൾ എന്ന് പറയാം അല്ലെ, സർക്കിളിന്റെ പകുതി, അങ്ങനെയാണെങ്കിലോ അതിന്റെ ഡിഗ്രി എത്രയായിരിക്കും? 180 ഡിഗ്രി. മനസ്സിലായല്ലോ? അപ്പൊ ഇത് 180 ഡിഗ്രി, ഇത് 180 ഡിഗ്രി, രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സർക്കിളായി. സർക്കിളിന്റെ ആംഗിള് 360 ഡിഗ്രി. നമ്മളിവിടെ ഒരു സർക്കിളിനെ രണ്ടാക്കി മുറിച്ചു അല്ല, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നൊക്കെ ഒരു സർക്കിളാണിത്. ഈ സർക്കിളിനെ രണ്ടാക്കി മുറിച്ചപ്പോൾ ഇതിന്റെ ആംഗിൾ എത്ര വന്നു? ഓരോന്നിന്റെ ആംഗിൾ എത്ര വന്നു? നമുക്കറിയാം, മൊത്തം 360 ഡിഗ്രിയാണ്. 360നെ രണ്ടാക്കി മുറിച്ചു. അപ്പൊ ബൈ 2 സീക്വൽ എന്ത് വരും? 360 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും അല്ലെ? അപ്പൊ 2 കഷ്ണങ്ങളാക്കിയപ്പോൾ ഓരോ കഷ്ണത്തിനും നമുക്കറിയാം 180 ഡിഗ്രി വെച്ചാണ് അതിന്റെ അളവ് അല്ലെ? ഇനി നമുക്ക് ഇതിനെ 4 കഷ്ണാക്കണം എന്ന് വിചാരിക്കാം. ഈ സർക്കിളിനെ 4 പീസാക്കണം, തുല്യമായ 4 പീസാക്കണം. ഇപ്പൊ നോക്കിയേ, ഞാൻ ഈ സർക്കിൾ അത് എങ്ങനെയും കൂടി ഒന്നും കൂടി മുറിച്ചു കൊടുത്തു അല്ലെ? കേക്ക് മുറിക്കുന്ന പോലെ ഒന്നും കൂടി മുറിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? നാം ബർത്ത്ഡേക്കൊക്കെ കേക്ക് മുറിക്കാറുണ്ട് അല്ലെ? ഒരേ പീസ് ഇങ്ങനെ മുറിച്ചെടുക്കും. അതുപോലെ ഇതിങ്ങനെ മുറിച്ചു. അപ്പൊ എന്തായി? 4 കഷ്ണങ്ങളായി അല്ലെ? അപ്പൊ തുല്യ പീസുകളായി. നമുക്കറിയാം, നമ്മളൊക്കെ ബർത്ത്ഡേക്ക് ഇങ്ങനെ കേക്ക് മുറിക്കുമ്പോൾ ഏറ്റവും വലിയ കഷ്ണം ഏതാണോ അതായിരിക്കും നമ്മൾ ആദ്യം പോയിട്ട് എടുക്കുക അല്ലെ? അപ്പൊ ഇതിലങ്ങനെ പറ്റില്ല, ഇതിലൊക്കെ ഈക്വൽ ആണ്. അതുകൊണ്ട് വലുതും ചെറുതൊന്നുമില്ല. അങ്ങനെ നമ്മൾ മുറിച്ച് കഴിഞ്ഞാല് ഓരോന്നിനും എത്ര ആംഗിൾ വെച്ചായിരിക്കും ഉണ്ടാവുക? നമ്മൾ രണ്ടാക്കി മുറിച്ചപ്പോൾ എന്ത് ചെയ്തു? നമുക്കറിയാം, മൊത്തം 360 ഡിഗ്രിയാണ്. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടി അല്ലെ? ഇനി ഇതിനെ 4 മുറിച്ചാലോ? മൊത്തം നമുക്കറിയാം 360 ഡിഗ്രി. അപ്പൊ അതിലൊരു മാറ്റവും ഇല്ല. ബൈ എത്ര കഷ്ണാക്കി? 4 കഷ്ണാക്കി അല്ലെ? അപ്പൊ നമുക്ക് 360 ബൈ 4 ഒന്ന് ഹരിച്ചു നോക്കിയാൽ
360 ഹരിക്കണം 4 അല്ലെ, 3 പോവില്ല, 36. 36 എത്ര 4 ഉണ്ട്? 9 4 അല്ലെ. അപ്പൊ 9 × 4 36. ഇനി ബാക്കി എന്തുണ്ട്? ഒരു 0 ഉണ്ട് അല്ലെ, വേറെ ഒന്നുമില്ല. അപ്പൊ 0 കൂടി കയറ്റിട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 90 ഡിഗ്രി. അപ്പൊ 4 പീസ് ആക്കുകയാണെങ്കിൽ ഓരോ പീസിനും 90 ഡിഗ്രി വെച്ചിടും. മനസ്സിലായല്ലോ? അപ്പൊ ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി തന്നെ. അപ്പൊ അത് നമുക്ക് മനസ്സിലായി. ഇനി ഇവിടെ നോക്കിയാൽ 4 പീസാക്കിയപ്പോ ഇവിടെ നമുക്ക് 4 ഭാഗത്തും ഇങ്ങനെ സർക്കിളിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട് അല്ലെ. ഈ മുട്ടുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചാൽ എന്താ കിട്ടണമെന്ന് നോക്കിയാലോ? ഒരു സമചതുരം കിട്ടിയല്ലേ, അതായത് ഒരു സ്ക്വയർ കിട്ടി. അപ്പൊ നമ്മൾ 4 വൃത്തത്തെ 4 തുല്യഭാഗങ്ങളാക്കിയിട്ട് നമ്മൾ ആ മൂലകൾ തമ്മിൽ യോജിപ്പിച്ചപ്പോൾ നമുക്ക് 4 സൈഡുകളുള്ള ഒരു ഫിഗർ കിട്ടി അല്ലേ. അപ്പൊ 4 ആക്കി മുറിച്ചപ്പോൾ 4 സൈഡുകളുള്ള ഒരു ഫിഗർ കിട്ടി. ഇനി നമുക്ക് ഇതിനെ തന്നെ 6 ഈക്വൽ ഭാഗങ്ങളാക്കിയാലോ? ഇപ്പൊ നമ്മൾ കേക്ക് മുറിക്കാണ്, നമ്മളെ വീട്ടിൽ 6 ആളുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ എത്ര ആക്കി മുറിക്കും? നമ്മൾ 6 പീസായിട്ട് മുറിക്കും അല്ലെ. അപ്പൊ നമ്മൾ അതിൽ വലുതും ചെറുതൊന്നുമില്ല, എല്ലാവർക്കും ഒരേ അളവുള്ള പീസ് കിട്ടണം, നമ്മൾ ഈക്വൽ ആയിട്ട് മുറിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വേണം? നമുക്ക് മൊത്തം 360 ഡിഗ്രി, 360 ഡിഗ്രി, അതിനെ എത്ര പീസാക്കണം? 6 പീസാക്കണം അല്ലെ. അപ്പൊ 360/6. അപ്പൊ 360/6 എത്ര കിട്ടും? 360 ഹരിക്കണം 6 അല്ലെ. 36, 3 പോലെ 36, 6 × 6 36 അല്ലെ. അപ്പൊ 6 × 6 36, ബാക്കി 0 ഇവിടെ ഇട്ടു. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 60 ഡിഗ്രി കിട്ടി. അതായത് ഒരു സർക്കിളിനെ 6 തുല്യ ഭാഗങ്ങളാക്കുകയാണെങ്കിൽ അതിന്റെ ഓരോന്നിന്റെയും ഡിഗ്രി എത്രയായിരിക്കും? 60 ഡിഗ്രി. അപ്പൊ നമുക്ക് ഈ സർക്കിളിനെ എങ്ങനെ 60 ഡിഗ്രി വെച്ചിട്ട് കഷ്ണങ്ങളാക്കാം? അപ്പൊ അതൊന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഇത് ചെയ്യാം. ഈ നമ്മൾ ഈ സർക്കിളിന്റെ സെന്ററും പിന്നെ നമുക്ക് ഇവിടെ അല്ലെ, അപ്പൊ ഇതും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇനി നമുക്ക് എത്ര ഡിഗ്രി എടുക്കണം? 60 ഡിഗ്രി അല്ലെ. അപ്പൊ ഓരോന്നിനും 60 ഡിഗ്രി വെച്ചായിരിക്കണം. അപ്പൊ നമുക്കറിയാം, നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എങ്ങനെയാണ് പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യാന്ന് പഠിച്ചു അല്ലെ. അപ്പൊ നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ചായിട്ട് 60 ഡിഗ്രി മെഷർ ചെയ്യണം. അപ്പൊ എങ്ങനെ മെഷർ ചെയ്യാം? ഞാൻ ആദ്യം നോക്കിയാൽ ഈ 0 അല്ലെ, ഈ പോയിന്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ അറ്റത്ത് വെച്ചു, വൃത്തത്തിന്റെ സർക്കിളിന്റെ സെന്ററിൽ വെച്ചു, ഈ ലൈനിന്റെ കറക്റ്റ് ആയിട്ട് വെച്ചു. ഇനി നമുക്ക് 60 ഡിഗ്രി അല്ലെ. അപ്പൊ 10, 20, 30, 40, 50, 60. അപ്പൊ ഇവിടെയാണ് നമ്മുടെ 60 ഡിഗ്രിയുടെ അളവ് വരുന്നത്. നമ്മൾ ആ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇവ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിക്കാം. നമുക്ക് നോക്കിയാൽ ഇതേ അളവിൽ വീണ്ടും ഇവിടെ 60 എടുക്കണം അല്ലെ, വീണ്ടും 60 എടുക്കണം, വീണ്ടും 60 എടുക്കണം, അങ്ങനെ 60 എടുത്ത് പോകണം. അതിന് പകരം നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്താൽ മതി? നമുക്കിവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് നോക്കിയാൽ നമുക്കറിയാലേ, ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് 60 ഡിഗ്രി മെഷർ ചെയ്തിട്ട് ഇവിടെ പോയിന്റ് അടയാളപ്പെടുത്താം, വീണ്ടും ആ വര വരയ്ക്കുക, വീണ്ടും 60 ഡിഗ്രി പോയിന്റ് അടയാളപ്പെടുത്താം അല്ലെ. അങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിന് പകരം നമുക്കൊരു എളുപ്പപ്പണിയുണ്ട്. ഇവിടെ നിന്ന് കോമ്പസ് ഇവിടെ നിന്നും ഇവിടെയും കുത്താം. അതായത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാം. 0 മുതൽ കണ്ട കറക്റ്റ് നമ്മൾ മെഷർമെന്റ് ഇട്ട് ഇതിന്റെ അളവ് അല്ലെ. ഇതിന്റെ അളവ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ കുത്തിയിട്ട് നമ്മ നമ്മുടെ ഈ സർക്കിളിലെ ഈ പോയിന്റിൽ നമ്മളൊരു ആർക്ക് വരയ്ക്കാം. കണ്ട, ആർക്ക് വരച്ചു. അതേപോലെ അതേ അളവൊന്നും മാറ്റരുത്, കൃത്യമായിട്ട് അവിടെ തന്നെ കുത്തിയിട്ട് വീണ്ടും സർക്കിൾ എന്ത് ചെയ്യാം? ഒരു ആർക്കും കൂടി ഇപ്പുറത്ത് വരച്ചു. കണ്ട, ഇവിടെ വരയ്ക്കുന്നുണ്ട, ഒരു ആർക്ക് വന്നു. നാം ഇപ്പൊ വരച്ച പോയിന്റിൽ വെച്ചു, വീണ്ടും എന്ത് ചെയ്യാം? ഇവിടെ ഒരു ആർക്ക് മാർക്ക് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ഒരു മാർക്ക് കിട്ടി അല്ലെ. ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു മാർക്ക് ചെയ്തു അല്ലെ. ഓക്കെ, ഇനി ഇത് നോക്കിയാൽ ഇത് ഈക്വൽ തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എത്ര ഭാഗങ്ങളാക്കി? 6 തുല്യ ഭാഗങ്ങളാക്കി അല്ലെ. 1, 2, 3, 4, 5, 6. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഓരോന്നും മെഷർ ചെയ്ത് പോകണം. അപ്പൊ ഇതല്ലേ എളുപ്പം, നമുക്ക് ഇതായിരിക്കും എളുപ്പം അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മളിങ്ങനെ കൂട്ടി അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുക അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6 തുല്യ ഭാഗങ്ങൾ കിട്ടും. അപ്പൊ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കിയേ. അപ്പൊ ഞാനിവിടെ എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചല്ലേ. അപ്പൊ നമുക്കിത് കിട്ടി. ഇപ്പൊ എന്തായി? 6 തുല്യ ഭാഗങ്ങളായി. ഓരോന്നിനും എത്ര ഡിഗ്രി വെച്ചായിരിക്കും? 60 ഡിഗ്രി വെച്ചായിരിക്കും അല്ലെ. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന്റെ ഈ അറ്റങ്ങൾ അല്ലെ, അറ്റങ്ങൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചാൽ എന്ത് കിട്ടുമെന്ന് നോക്കിയേ. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? 6 വശങ്ങളുള്ള അല്ലെ തുല്യ നീളം, അതായത് ഈ വശങ്ങളുടെ നീളമൊക്കെ തുല്യമായിരിക്കും. 6 വശങ്ങളുള്ള ഒരു ഫിഗർ നമുക്ക്, ഒരു പടം നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ 6 തുല്യ ഭാഗങ്ങളാക്കി അല്ലെ. അപ്പൊ എത്ര ഡിഗ്രി വന്നു? 60 ഡിഗ്രി വന്നു. അപ്പൊ അങ്ങനെ മുറിച്ചപ്പോൾ നമുക്ക് 6 വശങ്ങളുള്ള ഒരു ഫിഗർ നമുക്ക് കിട്ടി. അപ്പൊ നമുക്കറിയാം 4 ഭാഗങ്ങളാക്കിയപ്പോൾ 90 ഡിഗ്രി ഉള്ള അല്ലെ 4 പീസുകൾ കിട്ടി. 2 ഭാഗമാക്കിയപ്പോൾ 180 ഡിഗ്രി ഉള്ള 2 പീസ് കിട്ടി അല്ലെ. ഇപ്പൊ 6 ഭാഗങ്ങളാക്കിയപ്പോഴോ 60 ഡിഗ്രി വെച്ചുള്ള എത്ര പീസ് നമുക്ക് കിട്ടി? 6 പീസുകൾ നമുക്ക് കിട്ടി അല്ലെ. 6ന് പകരം 5 സൈഡുള്ള ഒരു ഫിഗറാണ് വരയ്ക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നാം എന്ത് ചെയ്യണം?
ഈ സർക്കിൾ നമുക്ക് 6 തുല്യ ഭാഗങ്ങളാക്കി അല്ലെ, അതിന് പകരം 5 തുല്യ ഭാഗമാക്കണം. അങ്ങനെയാണെങ്കിൽ നാം എന്ത് ചെയ്യും? നമുക്കറിയാം എന്ത്, മൊത്തം 360 അല്ലെ. അപ്പൊ 360 അതിനെ എത്ര ഭാഗങ്ങളാക്കണം? 5 ഭാഗങ്ങളാക്കണം. അപ്പൊ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലെ. അപ്പൊ നമുക്ക് 360 5 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ 360 ഹരിക്കണം 5. 3 പോവില്ല. 36 എത്ര പോവും? 7 × 5 35 അല്ലെ. അപ്പൊ 7 × 5 35. ഇനി ബാക്കി 1, ഒരു 0 0 0 കൂടി ഇറക്കി ഇട്ടു. ബാക്കി 10 5 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം അല്ലെ. 2 × 5 10. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 72 കിട്ടി അല്ലെ. അതായത് 72 ഡിഗ്രി. അപ്പൊ 5 പീസ് ആക്കുമ്പോൾ എത്ര വരും? നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലൈൻ ഫസ്റ്റ് ഇങ്ങോട്ട് വരയ്ക്കാം, ഒരു റേഡിയസ് ഇങ്ങോട്ട് വരയ്ക്കാം. അതിന് ശേഷം 72, ഇവിടെ നമ്മൾ 60 എടുത്തതിന് പകരം 72 ഡിഗ്രി എടുത്തിട്ട് പോയിന്റ് മാർക്ക് ചെയ്യാം അല്ലെ. അപ്പൊ ആ ഡിസ്റ്റൻസ് കോമ്പസിറ്റ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യാം. അതല്ലേ നമ്മൾ ഓരോ പ്രാവശ്യം 72 വെച്ച് ഇങ്ങനെ ചെയ്യേണ്ടി വരും. അതിനേക്കാൾ കൂടുതൽ എളുപ്പം ഇതായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5 തുല്യ ഭാഗങ്ങൾ കിട്ടും. അപ്പൊ ഓരോന്നിന്റെയും ഡിഗ്രി എത്രയായിരിക്കും? 72 ഡിഗ്രി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 17 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാം, നമുക്ക് കുറച്ച് സർക്കിളുകൾ തന്നിട്ടുണ്ട്. ആ സർക്കിളിന്റെ ഒരു ഭാഗം കണ്ടോ, ഇവിടെ കണ്ടല്ലോ 20 ഡിഗ്രി അല്ലെ, ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് യെല്ലോ കളർ, മഞ്ഞ കളർ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഗ്രീൻ കളർ അല്ലെ. അപ്പൊ ഈ രൂപത്തിലാണ് നമ്മളുടെ ചിത്രങ്ങൾ ഉള്ളത്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ സർക്കിളിന്റെ എത്ര ഭാഗമാണ് ഈ മഞ്ഞ കളറുള്ള ഭാഗവും അതുപോലെ തന്നെ പച്ച കളറുള്ള ഭാഗവും? ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയും ഭാഗം 20 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് മഞ്ഞ കളറാണ്. ഇനി നമുക്ക് ഈ വൃത്തത്തിന്റെ എത്രയും ഭാഗമാണ് ഈ മഞ്ഞ കളർ അല്ലെങ്കിൽ ഈ ഭാഗം, അതുപോലെ തന്നെ ഈ ഗ്രീൻ കളർ ആ സർക്കിളിന്റെ എത്ര ഭാഗമാണ് എന്നാണ് ചോദ്യം. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയേ, യെല്ലോ അടിച്ച ഭാഗത്ത് എത്ര ഉണ്ട്? 20 ഡിഗ്രിയാണ് അല്ലെ. അതായത് മഞ്ഞ യെല്ലോ 20 ഡിഗ്രി അല്ലെ. 20 ഡിഗ്രിയാണ് ഈ യെല്ലോ ഭാഗത്ത്. അപ്പൊ നമുക്കറിയാം ഒരു സർക്കിളിന്റെ അല്ലെ, നാം ഇപ്പൊ അത് പഠിച്ചു നിർത്തിയുള്ളൂ. ഒരു സർക്കിളിന്റെ മൊത്തം ഡിഗ്രി എത്രയായിരിക്കും? ടോട്ടല് 360 ഡിഗ്രി അല്ലെ. അപ്പൊ യെല്ലോ 20 ഡിഗ്രിയാണ്. അപ്പൊ ടോട്ടൽ എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രി അല്ലെ. അപ്പൊ അതായത് മൊത്തം 360 ഡിഗ്രിയിൽ 20 ഡിഗ്രിയാണ് ഇത്. അതായത് 360ൽ 20 ഭാഗം അല്ലെ. അപ്പൊ ഈ സർക്കിളിനെ 360 ഭാഗമാക്കിയതിൽ 20 ഭാഗമാണ് നമ്മുടെ ഈ മഞ്ഞ കളർ. മനസ്സിലായല്ലോ. അപ്പൊ 360 തുല്യ പീസുകളാക്കിയതിൽ 20 എണ്ണമാണ് അല്ലെങ്കിൽ 20 ഭാഗമാണ് ഇത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മൊത്തം 360 പീസാക്കി അല്ലെ. അപ്പൊ മൊത്തം 360. അപ്പൊ നമ്മൾ വരച്ചിട്ട് അടിയിൽ 360, അതായത് ഡിനോമിനേറ്റർ ഛേദം 360. പിന്നെ ഇതെത്ര ഭാഗമാണ് അതിൽ? 20 അല്ലെ. 20. ഇതിന്റെ അർത്ഥം എന്താണ്? മൊത്തം 360, അതിൽ 20 ഭാഗമാണ് അല്ലെ. അപ്പൊ 20/360. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് ചെറിയ സംഖ്യയിലാക്കി കൊണ്ടുവരാം. ഇത് വലിയ സംഖ്യയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യരുത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിതിനെ ചെറിയ സംഖ്യയുടെ രൂപത്തിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇവിടെ നോക്കിയാൽ മുകളിൽ ഒരു 0 ഉണ്ട്, അടിയിൽ ഒരു 0 ഉണ്ട് അല്ലെ. അപ്പൊ ഹരിക്കലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 പൂജ്യത്തെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. വെറുതെ വെട്ടരുത്. ഇവിടെ ഒരു 0 ഇവിടെ ഒരു 0 അല്ലെ. അങ്ങനെയാണെങ്കിൽ അടുത്ത 0ത്തിന്റെ മുകളിലെ 0 നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി എന്ത് വന്നു? നമുക്ക് 2/36. ഇതിനെ നമുക്ക് വീണ്ടും ചെറുതാക്കാം. എങ്ങനെ ചെറുതാക്കാം? നമുക്കിതൊക്കെ ഈ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. പറ്റും. 36നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ? ഇതൊരു ഈവൺ നമ്പർ ആണ് അല്ലെ, ഇരട്ട സംഖ്യയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ ഈ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര 2 ഉണ്ട്? 2ൽ ഒരു 2 അല്ലെ. 1/36നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ എത്ര 2 ഉണ്ട്? 36 ഹരിക്കണം 2 അല്ലെ. ഒരു പ്രാവശ്യം 1 × 2 2 1 പിന്നെ 6. 16ൽ എത്ര 2 ഉണ്ട്? 8 2 അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 18. അപ്പൊ നമുക്കിവിടെ 20/360നെ 1/18 കിട്ടി അല്ലെ. അതാണ് നമ്മുടെ ഉത്തരം. 18ൽ ഒരു ഭാഗം, 18 ഭാഗമാക്കിയതിൽ ഒരു ഭാഗമാണ് ഈ യെല്ലോ കളർ. അങ്ങനെയാണെങ്കിൽ ബാക്കി ഭാഗം എത്ര വരും? 18 ഭാഗമാക്കിയതിൽ ഒരു ഭാഗമാണ് നമ്മൾ എടുത്തത് അല്ലെ. ഇനി എത്ര ഭാഗം ബാക്കിയുണ്ട്? ഒരു മിഠായി നമ്മളെ കയ്യിലുണ്ട്. അതിന് നമ്മൾ 3 ഫ്രണ്ട്സ് ഉണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് 3 ഫ്രണ്ട്സ് ഉണ്ട്. 3 തുല്യ ഭാഗങ്ങളാക്കി. അതിൽ ഒരു ഭാഗം നമ്മൾ എടുത്തു. ഒരു ഭാഗം, അതായത് 3 തുല്യ ഭാഗങ്ങളാക്കി അതിൽ ഒരു ഭാഗം എടുത്തു. ഈ ബാക്കി എത്ര ഭാഗമുണ്ട്? 3 ഭാഗമാക്കിയത് 2 ഭാഗം ബാക്കിയുണ്ട് അല്ലേ.
ബാക്കി അതായത് 2/3 ബാക്കിയുള്ളത്. 3 ഭാഗമാക്കിയതിൽ 2 ഭാഗം ബാക്കി. അതേപോലെ നമുക്കിവിടെ എന്ത് പറയാം, 18 ഭാഗമാക്കിയതിൽ 1 ഭാഗമാണ് ഇത്. ബാക്കി എത്ര ഭാഗമുണ്ട്? 18 ഭാഗമാക്കിയാൽ ബാക്കി 17 ഭാഗം ബാക്കിയുണ്ട് അല്ലേ? അതേതാണ്? ഈ ഗ്രീൻ കളർ. മനസ്സിലായല്ലോ? അപ്പൊ ബാക്കി അപ്പൊ ഇത് യെല്ലോ. ഇനി ഗ്രീൻ എത്ര വരും? ഗ്രീൻ പച്ചക്കളർ എത്ര വരും? 17/18. മനസ്സിലായില്ല എങ്ങനെ കിട്ടിയെന്ന്? അതായത് 18 ഭാഗമാക്കിയത് 1 ഭാഗം നാം എടുത്തു. ബാക്കി എത്ര ഭാഗമുണ്ട്? 17 ഭാഗമുണ്ട് അല്ലേ? അപ്പൊ 17/18. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇതും ഇതേപോലെ തന്നെ കളറുകളൊക്കെ, ഇത് മഞ്ഞ, ഇത് പച്ച അല്ലെ? ഇവിടെ നോക്കിയാൽ യെല്ലോ എത്ര ഉണ്ട്? യെല്ലോ നോക്കിയേ, യെല്ലോ മഞ്ഞ കളർ അടിച്ച എത്ര ഉണ്ട്? 24 ഡിഗ്രിയാണ് അല്ലെ? 24 ഡിഗ്രി. ടോട്ടൽ നമുക്കറിയാം 360 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്ത് വരും? മൊത്തം 360. മഞ്ഞ എത്ര ഡിഗ്രിയാണ്? 24. അതിൽ 24 അല്ലെ? അപ്പൊ 360 ഭാഗം മൊത്തം ഭാഗം അതിൽ 24 ഭാഗം എന്താണ്? ഈ മഞ്ഞയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്ത അതേ കാര്യം ഇവിടെ ചെയ്യാൻ നമുക്ക് ചെറിയ സംഖ്യയിലേക്ക് കൊണ്ടുവരണം. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് 24/360 അല്ലെ? അപ്പൊ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ ചെറുതാക്കി കൊണ്ടുവരാം. ഒറ്റയടിക്ക് ചെറുതാക്കണ്ട, അത് ബുദ്ധിമുട്ടാവും. ചെറിയതാക്കി ഇങ്ങനെ പോവാം. അപ്പൊ ഇവിടെ ചെയ്ത പോലെ തന്നെ 24 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 360 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? അപ്പൊ 24 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് സംഭവിക്കും? അതൊക്കെ ഒന്ന് സൈഡിൽ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 24 എത്ര 2 ഉണ്ട്? 12 2 ഉണ്ട് അല്ലെ? 12 2 ഉണ്ട് ബൈ 360 ആ 360 നോക്കിയാൽ 360 ഹരിക്കണം 2. 3 ഒരു പ്രാവശ്യം 1 × 2 2 1 ഇറക്കിട്ടു. പിന്നെ 6 16 എത്ര 2 ഉണ്ട്? 8 2 അല്ലെ? 8 × 2 16. പിന്നെ എന്താ ഉള്ളത്? 0 ആണ് അല്ലെ? 0 കൊണ്ട് കയറ്റിട്ട് കൊടുത്തു. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 180. അപ്പൊ നമുക്ക് ഇതിനെ 12/180 എഴുതി അല്ലെ? ഇനിയും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ വീണ്ടും ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 12/2 എന്ന് പറഞ്ഞാൽ 6 അല്ലെ? 6/180/2 എന്ന് പറഞ്ഞാലോ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. 2 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ എത്ര കിട്ടും? നമുക്ക് 90 കിട്ടും, 90 കിട്ടും. ഇനി വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലെ? 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. 90നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലോ? അപ്പൊ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടാ. 90 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 45 കിട്ടും. ഇനി നോക്കി, ഇനി നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താ? ഇത് ഓഡ് നമ്പറാണ്, ഒറ്റ സംഖ്യയാണ് അല്ലെ? ഇതും ഒറ്റ സംഖ്യയാണ്, 5 വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? ഇവിടെ മുകളിൽ 3, അടിയിൽ 45. 45 എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള എളുപ്പപ്പണി എന്താണ്? കണ്ടുപിടിക്കാൻ ഇത് 2 കൂടി കൂട്ടി നോക്കാം. 4ഉം 5ഉം 9 ആണ് അല്ലെ? 9നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ? പറ്റും. അങ്ങനെയാണെങ്കിൽ 45നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് സൂത്രപ്പണി. അപ്പൊ ഈക്വൽ ടു ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര 3 ഉണ്ട്? 3ൽ 1 3 ബൈ 45. 45നെ 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം എല്ലാവരും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 15 കിട്ടും. മനസ്സിലായല്ലോ? ഇപ്പൊ നമ്മൾ ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് എത്തി. 1/15. ഇനി അതിനെ ചെറുതാക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ യെല്ലോ കളർ എത്ര ഭാഗമാണ്? 15ൽ 1 ഭാഗം. മനസ്സിലായല്ലോ? 15 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 1 ഭാഗമാണ് ഈ യെല്ലോ കളർ. അങ്ങനെയാണെങ്കിൽ ബാക്കി ഭാഗം എത്ര ഉണ്ടായിരിക്കും? ഗ്രീൻ എത്രയായിരിക്കും? 15 ഭാഗത്തിൽ 1 ഭാഗമാണ് യെല്ലോ. ബാക്കി 15 ആക്കിയതിൽ 14 ഭാഗം ബാക്കിയുണ്ട് അല്ലെ? 1 ഭാഗം നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളൂ. ബാക്കി എത്ര ഭാഗമുണ്ട്? 14 ഭാഗമുണ്ട് അല്ലെ? അപ്പൊ 14/15. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ഇതുപോലെ തന്നെ എത്ര ഉണ്ട്? യെല്ലോ എത്ര വരുന്നുണ്ട് നോക്കിയേ. യെല്ലോ എത്രയാണ്? 54 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര വരും? മൊത്തം നമുക്കറിയാം 360 ഡിഗ്രി അല്ലെ? അപ്പൊ 360 അടിയിൽ എഴുതി, അതിൽ 54 ഡിഗ്രി. മനസ്സിലായില്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് ചെറുതാക്കി കൊണ്ടുവരാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റല്ലേ? 2 ഈവൻ നമ്പർ ആണ്, അതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 54 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം എല്ലാവരും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 27 കിട്ടും. മനസ്സിലായല്ലോ? ഇതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പൊ 27/360 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഇതിനെ വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? 27 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓഡ് നമ്പർ ആണ് അല്ലെ? 7 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ആണ്. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കാര്യം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും?
3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ 27 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 9 × 3 27 അല്ലേ? അപ്പൊ 9 പ്രാവശ്യം പോകും. ഇവിടെ 3 എത്ര പ്രാവശ്യം പോകും നോക്കിയേ. അപ്പൊ അതൊന്ന് ഹരിച്ചു നോക്കാം. 150 ഹരിക്കണം 3 നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ ചെയ്ത് നോക്കാം. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 60 കിട്ടും. മനസ്സിലായല്ലോ? ഇനി വീണ്ടും രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക 9/60 ആണ് അല്ലെ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാം? 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 9 എന്ന് പറഞ്ഞാൽ 3 × 3 ആണ് 9 അല്ലെ? 3 പ്രാവശ്യം ബൈ 60നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? അതും ഡിവൈഡ് ചെയ്ത് നോക്കാം. നമുക്ക് എത്ര കിട്ടും? 21 കിട്ടും. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് നോക്കിയാൽ മുകളിൽ 3 അടിയിൽ 20. അപ്പൊ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ? ഓക്കെ. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 20നെ 3ന്റെ ടേബിളിൽ 20 ഇല്ല അല്ലേ? അപ്പൊ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 3/20 എന്ന് എഴുതിയാൽ മതി. അപ്പൊ മഞ്ഞ എത്ര ഉണ്ട്? 3/20. 20 ഭാഗമാക്കിയതിൽ 3 ഭാഗമാണ് മഞ്ഞ. അങ്ങനെയാണെങ്കിൽ ഗ്രീൻ എത്ര ഉണ്ടായിരിക്കും? 20 ഭാഗമാക്കിയതിൽ 3 ഭാഗം എടുത്തു. ഇനി ബാക്കി 20 ഭാഗമാക്കിയതിൽ 17 ഭാഗം ബാക്കിയുണ്ട് അല്ലേ? അപ്പൊ 17/20. ഇതൊക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചിത്രങ്ങളൊന്ന് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ചിത്രങ്ങൾ അല്ലെ? അപ്പൊ നമ്മൾ ചെയ്ത പോലെ നമുക്ക് എളുപ്പം ചെയ്യാലോ അല്ലെ? ഇത് യെല്ലോ കളറിൽ വ്യത്യാസമില്ല. ഇത് യെല്ലോ കളർ, ഇത് ഗ്രീൻ കളർ അല്ലെ? അപ്പൊ ആദ്യം നമുക്ക് യെല്ലോ എത്രയാണ് ഇവിടെ? 80 ഡിഗ്രി അല്ലെ? അപ്പൊ യെല്ലോ ഇവിടെ നമുക്ക് 80 ഡിഗ്രി ആണ്. അതായത് മൊത്തം 360, 360ൽ 80 അല്ലെ? അപ്പൊ 80/360. വ്യത്യാസം എന്തൊരു? നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ. ഇവിടെ നോക്കിയാൽ ഇവിടെ 0 ഉണ്ട്, ഇവിടെ 0 ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് രണ്ടിനെ കട്ട് ചെയ്ത് കളഞ്ഞൂടെ? കളയാം. ബാക്കി എത്ര വന്നു? 8/36. അപ്പൊ 8/36 നമ്മൾ എന്ത് ചെയ്യാം? ചെറുതാക്കി കൊണ്ടുവരണം അല്ലെ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 4 അല്ലെ? ബൈ 36 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 18 കിട്ടും. ഓക്കെ. ഇനി വീണ്ടും നമുക്ക് 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര പ്രാവശ്യം പോകും? 4 2 എത്ര ഉണ്ട്? 2 പ്രാവശ്യം ബൈ 18ൽ എത്ര 2 ഉണ്ട്? 9 2 അല്ലെ? ഇവിടെ നമുക്ക് 2/9 കിട്ടി. ഇനി നോക്കിയാൽ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷെ 9നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് എഴുതാം? 2/9. അപ്പൊ യെല്ലോ കിട്ടി 2/9. ഇനി ബാക്കി ഗ്രീൻ എത്ര വരും? ബാക്കി അല്ലേ? അതായത് 9 ഭാഗമാക്കിയതിൽ 2 ഭാഗം ബാക്കി എത്ര ഉണ്ട്? 9 ഭാഗമാക്കിയതിൽ 7 ഭാഗം ബാക്കിയുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഗ്രീൻ എത്ര വരും? 7/9. മനസ്സിലായല്ലോ? ഇനി അതേപോലെ തന്നെ ഇവിടെ നോക്കിയേ. ഇവിടെ യെല്ലോ മഞ്ഞ എത്ര വരുന്നുണ്ട്? ഇവിടെ എത്ര ഡിഗ്രിയാണ്? 108 ഡിഗ്രി അല്ലെ? 108 ഡിഗ്രിയാണ് ഇവിടെ യെല്ലോ. അപ്പൊ അതായത് 108/360. 360 ആണ് മൊത്തം. അതിൽ 108 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്ത് അതേപോലെ ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം. 2 കൊണ്ട് അല്ലെ? 2 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 108നെ ഒന്ന് 2 കൊണ്ട് ഡിവൈഡ് നോക്കാം സൈഡില്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 54 കിട്ടും. 54/360 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടി. ഓക്കെ. ഇനി നമുക്ക് വീണ്ടും 54 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 27 കിട്ടും. ബൈ 180നെ 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 90 കിട്ടും. ഓക്കെ. ഇനി നോക്കിയാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഇവിടെ ഓഡ് നമ്പർ ഒറ്റ സംഖ്യയാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 2നെ. ആ 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 27നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 × 3 27 അല്ലേ? അപ്പൊ ഇവിടെ 9/90നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്യാം? 90 എഴുതിയിട്ട് ഒന്ന് 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ എത്ര നമുക്ക് കിട്ടും? 30 കിട്ടും. ഇനി വീണ്ടും നമുക്ക് നോക്കിയാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 കൊണ്ടേ പറ്റുള്ളൂ അല്ലേ? അപ്പൊ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 × 3 9 അല്ലേ? അപ്പൊ 3/30നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലോ 10 × 3 30 അല്ലേ? അപ്പൊ 10. അപ്പൊ ഇനി നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഇനി പറ്റില്ല. ഇതിനെ 3 കൊണ്ട് പറ്റും. പക്ഷെ ഇതിനെ 3 കൊണ്ട് പറ്റുമോ? അതും പറ്റില്ല. അപ്പൊ നമുക്ക് 3/10. അപ്പൊ യെല്ലോ കിട്ടി 3/10. അങ്ങനെയാണെങ്കിൽ ഗ്രീൻ എത്ര വരും? പച്ച എത്ര കിട്ടും നമുക്ക്? 10ൽ 3 ഭാഗം ആണിത് അല്ലെ? 10ൽ 3 ഭാഗം ബാക്കി എത്ര ഉണ്ട്? 10ൽ 7 ഭാഗം അല്ലെ? 10ൽ 7 ഭാഗം ബാക്കിയാണ്. അതാണ് 7/10. അപ്പൊ അതും കഴിഞ്ഞു. ഇനി അതേപോലെ ഇത് നമുക്ക് ചെയ്യാലോ അല്ലെ? ഇവിടെ യെല്ലോ മഞ്ഞ എത്ര ഡിഗ്രിയാണ്? മഞ്ഞ 150 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ മൊത്തം 360, അതിൽ 150 ഡിഗ്രി അല്ലേ? അപ്പൊ ഇവിടെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെറുതാക്കി കൊണ്ടുവരാം. അതിന് മുമ്പ് നോക്കിയാൽ ഇവിടെ 0 ഉണ്ട് അല്ലേ? അപ്പൊ 0 0 ക്യാൻസൽ ചെയ്ത് പോയി എളുപ്പം.
അപ്പോൾ അത് കഴിഞ്ഞു. ബാക്കി 15/36. 15നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഓഡ് നമ്പർ ആയതുകൊണ്ട് അല്ലേ. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പക്ഷെ അതുകൊണ്ട് പറ്റില്ല. ഇനി എന്ത് ചെയ്യാം, നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 2നെ. അപ്പോൾ 15ന് 3 എത്ര, 15ൽ എത്ര 3 ഉണ്ട്? 5 × 3 15 അല്ലേ. അപ്പോൾ 5/36 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ, ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 36 3 എത്ര ഉണ്ട്? 12 അല്ലേ. 12 പ്രാവശ്യം ഉണ്ട്. അപ്പോൾ 12. ഇനി നമുക്കിതിനെ ഡിവൈഡ് ചെയ്ത് ചെറുതാക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് 5/12. അപ്പോൾ യെല്ലോ കിട്ടിയല്ലോ. ഇനി നമുക്ക് ഗ്രീൻ കിട്ടണം അല്ലേ. ഗ്രീൻ കിട്ടും. ഇവിടെ എത്ര ഉണ്ട്? 12 ഭാഗമാക്കിയതിൽ 5 ഭാഗം അല്ലേ. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ഉണ്ട്? 12 ഭാഗമാക്കിയതിൽ 7 ഭാഗം ബാക്കിയുണ്ട് അവിടെ അല്ലേ. അതായത് 12ൽ നിന്ന് 5 കുറച്ചാൽ 7 ആണ്. അപ്പോൾ 12 ഭാഗമാക്കിയതിൽ 7 ഭാഗം ബാക്കിയുണ്ട്. അതായത് 7/12. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.